ഔലിയാക്കളുടെ മാസം എന്നറിയപ്പെടുന്ന റബീഉൽ ആഖിറിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ് കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ കുത്തുബുകളിൽപ്പെട്ട 360 മഹാന്മാരായ ഔലിയാക്കൾ അവർ പ്രത്യേകമായി ചൊല്ലുന്ന മനോഹരമായ ഒരു ദിക്റുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മും കൂടെയാണ്. ആ ദിക്ർ നമ്മളൊന്ന് ചൊല്ലിയാൽ നമ്മുടെ ടെൻഷനൊക്കെ പമ്പ കിടക്കും, നമ്മുടെ വിഷമങ്ങൾ അവിടെ തീരും. എത്ര മാരകമായ രോഗമാണെങ്കിലും അള്ളാഹു മാറ്റിത്തരും. അതുമാത്രമല്ല, ആത്മഹത്യയുടെ വക്കിലാണ് നിങ്ങളെന്ന് തോന്നുന്നുണ്ടോ, അവിടെ നിന്ന് പടച്ചറബ്ബ് നിങ്ങളെ കൈപിടിക്കും. അങ്ങനെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമേകുന്ന അതിവിശിഷ്ടമായൊരു ദിക്ർ നമുക്കൊന്ന് പഠിച്ചാലോ, നമ്മുടെ ജീവിതത്തിലൊന്ന് പതിവാക്കിയാലോ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തുകൂടെ സമ്പത്തും ഐശ്വര്യവും എല്ലാം തരുന്ന, സുരക്ഷിതത്വം തരുന്ന അതിവിശിഷ്ടമായൊരു ദിക്ർ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യൂലേ, മറന്നുവോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് സ്വബാഹുൽ ഖൈർ ഉണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ച് തിരക്കിൽപ്പെട്ടൊരു യാത്രയിലായിപ്പോയതുകൊണ്ട് സ്വബാഹുൽ ഖൈർ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിലെനിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. ഏറ്റവും കൂടുതൽ വിഷമവും എന്നാൽ അതിലുപരി ഒരു സന്തോഷമൊക്കെ തോന്നിയ നിമിഷപ്പോഴാണെന്ന് വെച്ചാൽ, ഞാനിതിൻ്റെ താഴെയുള്ള കമൻസ് വായിച്ചപ്പോൾ ഉസ്താദിൻ്റെ കൂടെ അൽഹംദുലില്ല പറഞ്ഞ് തുടങ്ങുന്നൊരു ദിവസത്തിൽ വലിയ സന്തോഷമാണ്. ഇന്നത് കിട്ടാത്തത് കൊണ്ട് വലിയ സങ്കടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അതോടൊപ്പം ഒരു സന്തോഷവും. പടച്ചവനെ, എല്ലാവരും നിനക്ക് ഹംദ് പറയുന്നുണ്ടല്ലോ അല്ലാ, ഒന്നിച്ചൊരുമിച്ച് ഹംദ് പറയാത്തതിൽ അവരുടെ മനസ്സിൽ വേദനയുണ്ടല്ലോ അല്ലാ, നിന്നെ അവർ സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലാ എന്നൊരു തോന്നൽ വന്നപ്പോൾ ഒരു സന്തോഷം കൂടെ തോന്നി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സ്വബാഹുൽ ഖൈർ എന്ന സദസ്സ് മുടങ്ങാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ, അതിൻ്റെ അഹ്ലികാരിൽ ഉൾപ്പെടാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റബീഉൽ ആഖിർ മാസം ഇല്ലേ, നമ്മൾ പറഞ്ഞു അതിൻ്റെ മഹത്വങ്ങളൊക്കെ. അള്ളാഹുവിൻ്റെ മഹാനായ ഖുതുബായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാത്മാവിൻ്റെ വഫാത്ത് സംഭവിച്ചത് ഈ മാസത്തിലാണ്. ആ മഹാൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു മാസമാണ്. പണ്ട് മുതലേ മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ മാസം എന്ന് നമ്മൾ പറഞ്ഞു പോരുന്ന റബീഉൽ ആഖിർ, ഒരുപാട് മഹാരഥന്മാരുടെ വഫാത്ത് സംഭവിച്ചത് ഈ മാസത്തിലാണ്. ആ മഹത്തുക്കളുടെയൊക്കെ മദദ് ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇന്ന് അതിമനോഹരമായ ഒരു ദിക്ർ, അള്ളാഹുവിൻ്റെ 360 ഔലിയാക്കൾ എപ്പോഴും ചൊല്ലി വരുന്ന മനോഹരമായൊരു ദിക്ർ നമുക്ക് പഠിക്കണം. അതിനു മുൻപ് എന്താണ് ഈ ദിക്റിൻ്റെ ഡ്യൂട്ടി? എന്താ ദിക്റിൻ്റെ ഡ്യൂട്ടി? എന്താണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ദിക്ർ ചൊല്ലിക്കോ നിൻ്റെ മനസ്സിന് ടെൻഷൻ മാറണമെങ്കിൽ. നിൻ്റെ മനസ്സിൽ നിന്ന് ടെൻഷൻ മാറണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ദിക്ർ ചൊല്ലണം. അള്ളാഹ്ക്ക് ദിക്റിലായി ജീവിക്കണം. അള്ളാഹിനെ ഓർക്കണം, അള്ളാഹിനെ ഓർക്കണം, അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഔലിയാക്കൾക്ക് എന്താ ടെൻഷൻ ഇല്ലാത്തത്? ഔലിയാക്കളെക്കുറിച്ച് സൂറത്ത് യൂനുസിൽ അല്ലാഹ് പറഞ്ഞെന്താ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഒരു പേടിയില്ല, ഒരു ഭയമില്ല, ഒരു ദുഃഖമില്ല. അവർ ഹാപ്പിയാണ്, അവർക്ക് ടെൻഷനില്ല. കാരണം അവർ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ഇറങ്ങിച്ചെന്നവരാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ ഈ ദിക്റും ചൊല്ലി നമ്മൾ എന്തെല്ലാം ഓതിയിട്ട് നമുക്ക് ടെൻഷൻ തന്നെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ദിക്റിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരാൾ 100 പ്രാവശ്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ 33 തവണ പറഞ്ഞു. എന്ത്? നെയ്ച്ചോറ് 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 33 തവണ പറഞ്ഞു. ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് 33 തവണ പറഞ്ഞു. ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ 33 തവണ പറഞ്ഞു. അപ്പോൾ എത്രയായി? 99 അല്ലേ? ഒരു സൈഡ് തേക്കാൻ വേണ്ടിയിട്ട് പുളിങ്കറി ഒരു പ്രാവശ്യം പറഞ്ഞു. 100 തവണ. ഈ 100 തവണ ഇപ്പോൾ ഇതിങ്ങനെ ചൊല്ലിയതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടിയോ? ബിരിയാണി കഴിച്ച ഒരു ഫീൽ കിട്ടിയോ? അതെങ്ങനെ ഉസ്താദെ കിട്ടണത്? നമ്മൾ വെറുതെ വാഗോണ്ട് പറഞ്ഞല്ലേ ഉള്ളൂ. ഇവിടെ അത് തന്നെയാണ് ദിക്റിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സംഭവം അതുകൊണ്ട് കൂലി കിട്ടുമോ ഇല്ല എന്നുള്ള മറ്റൊരു വിഷയം.
പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടിയോ? അതുകൊണ്ട് നിങ്ങളുടെ ടെൻഷൻ മാറിയോ? എന്തേ മാറാത്തത്? നിങ്ങൾ കഴിച്ചില്ല ദിക്കറിലേക്ക് ഇറങ്ങിയില്ല. അവിടെയാണ് വിഷയം വരുന്നത്. ഏതൊരു ദിക്കർ പഠിക്കുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് എന്തിനു വേണ്ടിയാണ് ചെയ്യണേ? ഞാൻ ഉണർത്തിയ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? സൂറത്തുൽ വാഖിഅ ഒരാൾ പതിവായി ഓതിയാൽ അവന് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ദാരിദ്ര്യം എന്താ മാറാത്തത്? ഡെയിലി 2-3 തവണ ഞാൻ വാക്യം ഓതാറുണ്ട് ഉസ്താദേ, എൻ്റെ ദാരിദ്ര്യമൊന്നും മാറിയിട്ടില്ല. ആഹാ, എന്തുകൊണ്ടാണ് മാറാത്തത്? നമ്മൾ വാക്യം ഓതുന്ന എന്തിനാ? അത് ദാരിദ്ര്യം മാറാൻ. അവിടെയാണ് വിഷയം. വാക്യം ഓതുന്നത് എന്തിനാ? അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഓതണം. അത് കൊണ്ടുള്ള ദാരിദ്ര്യം മാറ്റിത്തരും. നമ്മൾ സൂറത്തിൽ വാക്യക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, ദാരിദ്ര്യം മാറാനുള്ള സൂറത്ത്. വാവ്, ധാരങ്ങനെ പേരിടാൻ പഠിപ്പിച്ചെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാരിദ്ര്യം മാറാൻ വേണ്ടി വാക്യ ഓതാനല്ല പറഞ്ഞത്. വാക്യ ഓതിയാൽ നിങ്ങളുടെ ദാരിദ്ര്യം മാറും. ഇല്ലേ, നമ്മൾ ചില ഹെഡിങ്ങളൊക്കെ കാണുമ്പോൾ ദാരിദ്ര്യം മാറാനുള്ള സ്വലാത്ത്, ദാരിദ്ര്യം നീങ്ങാനുള്ള സൂറത്ത്, ദാരിദ്ര്യം നീങ്ങാനുള്ള ആയത്ത്. പിന്നെ മനസ്സിലത് പതിഞ്ഞു, ഈ ആയത്ത് ഇങ്ങനെ ഓത, പഠിച്ചോനെ ദാരിദ്ര്യം നീക്കണേ. അല്ലല്ല, അള്ളാഹുവിന് വേണ്ടി ഓതണം. അള്ളാഹിൻ്റെ ദിക്ർ അള്ളാഹ്ക്ക് വേണ്ടി ചൊല്ലണം. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ എങ്ങനെ ചൊല്ലണം? എല്ലാ പ്രശ്നവും നീക്കണേ അല്ലാ ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മനസ്സിലുള്ളത് എന്താ? പ്രശ്നം നീങ്ങണം. നീങ്ങൂല. കാരണം നിങ്ങൾ ചൊല്ലിയത് പ്രശ്നം നീങ്ങാനാണ്. നിങ്ങൾ ചൊല്ലേണ്ടിയിരുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മനസ്സിൽ ആരായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്? അല്ലാ റബ്ബുണ്ടാകണം. റബ്ബ് കൽബിലുണ്ടായിരിക്കെ എന്ത് ദിക്ർ ചൊല്ലിയാലും പ്രശ്നങ്ങൾ അള്ളാഹു നീക്കിത്തരും. ഉറപ്പാണ്. അങ്ങനെ ദിക്ർ ചൊല്ലാത്തിടത്താണ് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു ദിക്ർ, അത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മനോഹരമായൊരു ഇസ്മ. അസ്മാഉൽ ഹുസ്ന തന്നെ ഒരു അത്ഭുതമാണ് ഇല്ലേ? 99 വിശിഷ്ട നാമങ്ങൾ. എന്ത് ചോദിച്ചാലും അള്ളാഹു തരും ആ നാമം മുൻനിർത്തി. പക്ഷേ നമ്മൾ ഈ ആ നാമം കൊണ്ട് ഓതിയിട്ട് എന്താ ചെയ്യുക? നാമം ഇങ്ങനെ വിളിച്ചിട്ട് പടച്ചോനെ എൻ്റെ കടം വീട്ടണേ, പടച്ചോനെ എൻ്റെ കല്യാണം നടത്തണേ, പടച്ചോനെ എൻ്റെ മോളെ കെട്ടിക്കാൻ വഴി വേണേ, പടച്ചോനെ അള്ളാഹുവേ നിൻ്റെ തൃപ്തി തരണേ, നിൻ്റെ തൃപ്തി തരണേ, നിൻ്റെ സ്നേഹം തരണേ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ എവിടെ ചോദിക്കാൻ? നമുക്ക് നേരം കിട്ടിയിട്ടുണ്ടാ? ബാക്കി നമ്മുടെ വിചാരം നമ്മൾ അള്ളാഹുമായിട്ട് ഭയങ്കര ദുആ എന്ന്. എന്താ നമ്മുടെ ദുആ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പടച്ചോനെ നീ ഈ സദസ്സ് സ്വീകരിക്കണേ അല്ല, ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് കടം വീട്ടണേ അല്ല, രോഗം മാറ്റണേ അല്ല, മക്കളെ നന്നാക്കണേ അല്ല, അങ്ങനെയാണല്ല ഇങ്ങനെയാണല്ല, എൻ്റെ കൽബിൽ നിന്നോടുള്ള മഹബത്ത് തരണേ അല്ല, നിന്നെ ഓർക്കാൻ തൗഫീഖ് നൽകണേ അല്ല, നിന്നാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ പറയുന്നേ, നിൻ്റെ സ്നേഹം കിട്ടിയ പിന്നെ നമുക്കെന്താ? അള്ളാൻ്റെ സ്നേഹം കിട്ടിയ പിന്നെ ഒക്കെ റെഡിയായില്ലേ? അല്ലേ? നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? എന്തോ അങ്ങനെ ചോദിക്കണത്? പ്രേമിച്ചിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ പണ്ട് സ്കൂൾ കാലത്ത് അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പോൾ പ്രേമിക്കുന്നില്ലേ? കെട്ടിയവനെ പ്രേമിക്കുന്നുണ്ടോ? പ്രേമിക്കേണ്ടത് ആരാണ്? ഭാര്യയും ഭർത്താവാണ്. അല്ലാതുള്ള പ്രേമം ഹറാമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രേമിക്കണം. കല്യാണം ഉറപ്പിച്ചു വെച്ചു, പ്രേമിക്കാൻ പറ്റുമോ? പറ്റൂല. നിൻ്റെ ഭാര്യയായിട്ടില്ല, നിൻ്റെ ഭർത്താവായിട്ടില്ല. നിശ്ചയം കഴിഞ്ഞു പറ്റൂല. നിക്കാഹ് കഴിഞ്ഞ് പറ്റും. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുണ്ട്. ചില ആൾക്കാരുണ്ട് നിക്കാഹ് കഴിഞ്ഞാലും ഈ പയ്യനെയും പെണ്ണിനെയും മിണ്ടാൻ സമ്മതിക്കൂല, കല്യാണം കഴിയട്ടേതാണ്. നിക്കാഹ് കഴിഞ്ഞതോടുകൂടി ഭാര്യയായി ഭർത്താവായി, പിന്നെന്താ വിഷയം? അവിടെ മുതൽ പ്രണയിക്കാം. അല്ലാതെയുള്ള പ്രണയം അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കണില്ല. തനിച്ച ഹറാമാണ്. അതൊരു പരിധി വിട്ട വ്യഭിചാരത്തിന് തുല്യമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ പ്രണയിക്കേണ്ട റബ്ബിനെ നമ്മൾ പ്രണയിക്കുന്നുണ്ടോ? പ്രണയിക്കേണ്ട അള്ളാഹിനെ നമ്മൾ പ്രണയിക്കുന്നുണ്ടോ? ഞാനതാണ് അന്ന് പാടി വെച്ചത്, നിങ്ങൾ ഓർക്കുന്നില്ലേ? പാമ്പിനെ ഭയക്കുന്ന പോലെ നീ റബ്ബിനെ ഭയക്കണ്ടടോ, ഉപ്പയെ പ്രിയം വെക്കും രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹുവിൻ്റെ പ്രണയത്തെക്കുറിച്ചൊരു ക്ലാസ് വെക്കണം ഇൻഷാ അല്ലാഹ്. റബീഉൽ ആഖിർ ഔലിയാക്കളുടെ മാസമല്ലേ? അവരൊക്കെ ആ ഒരു ലെവലിലേക്ക് എത്തിയത് അള്ളാഹിനെ പ്രേമിച്ചിട്ടാണ്. മക്കളെ, നമുക്ക് അള്ളാഹിനോടുള്ള പ്രണയം എങ്ങനെയാണെന്ന് പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഈ റബീഉൽ ആഖിർ മാസത്തിൽ അള്ളാഹുവിനോടുള്ള മഹബത്ത് എങ്ങനെ, അള്ളാഹിനെ എങ്ങനെ പ്രണയിക്കാം, നമ്മുടെ കാര്യങ്ങളൊക്കെ പടച്ചോൻ ഏറ്റെടുക്കുന്നെങ്ങനെ. അള്ളാഹു എന്ന് പറയുമ്പോഴേക്ക് എൻ്റെ മനസ്സിങ്ങനെ ഒരു കോൾവയർ കൊള്ളുന്നത് പോലെ ടെൻഷനില്ലാതെ എങ്ങനെ ജീവിക്കാം ഇൻഷാ അല്ലാഹ്. നമുക്കത് പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ ഏത് ദിക്ർ ചൊല്ലുമ്പോഴും, ഏത് ആയത്ത് ഓതുമ്പോഴും, ഏത് സൂറത്ത് ഓതുമ്പോഴും മനസ്സിൽ റബ്ബ്, എൻ്റെ റബ്ബിന് വേണ്ടി ഓതുന്നു എന്നാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അള്ളാഹ് എളുപ്പാക്കി തരും. അല്ലാതെ കടമ്പിടാനുള്ള ദിക്ർ, കടമ്പിടാനുള്ള സൂറത്ത് അങ്ങനെ ആയിപ്പോകരുതേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ പഠിക്കുന്ന അതിമനോഹരമായൊരു ഇസ്മാണ്. ഈ ഇസ്മേതാണ് സലാം. രക്ഷകൻ,
രക്ഷിക്കുന്ന അല്ലാഹ്. യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്. അല്ലേ? ഈ സലാം എന്ന ഈ ദിക്ർ അള്ളാഹിൻ്റെ ഔലിയാക്കൾ പതിവാക്കിയിരുന്ന ദിക്റാണ്. എത്ര വലിയ അപകടത്തിൽ നിന്നും അള്ളാഹ്ക്ക് വേണ്ടി ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര വലിയ അപകടത്തിൽ നിന്നും ഈ സലാം എന്ന ഇസ്മ നിങ്ങളെ രക്ഷിക്കും. ഈ സലാം എന്ന ഇസ്മ നിങ്ങളെ രക്ഷിക്കും. എത്ര വലിയ അപകടമാണ് നിങ്ങൾക്ക് വന്ന് ഭവിക്കാൻ പോകുന്നതെങ്കിലും അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സലാം എന്ന ദിക്ർ കൊണ്ട് നിങ്ങളെ രക്ഷിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ എത്ര വലിയ പ്രയാസത്തിലാണുള്ളതെങ്കിലും, എത്ര വലിയ കുടുക്കിലാണുള്ളതെങ്കിലും, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും, ആത്മഹത്യയുടെ വക്കിലാണുള്ളതെങ്കിലും അള്ളാഹു നിങ്ങളെ കൈപിടിക്കും. ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു കൈപിടിക്കും, ഉറപ്പാണ്. ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, പ്രവാസിയായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു, ആത്മഹത്യ അല്ലാതെ വഴിയില്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല, തനിച്ച ഹറാമാണ്. മക്കളെ ക്ഷമിക്ക്, അള്ളാഹുവാണ് നിനക്ക് പരീക്ഷണം തരുന്നത്. അള്ളാഹുവാണ് നിന്നെ പരീക്ഷിക്കുന്നത്. നീ അവിടെ തളർന്ന ആത്മഹത്യയിലേക്ക് പോകല്ല വേണ്ടത്. ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചുകൊണ്ട് എൻ്റെ റബ്ബ് കൈവിടില്ല എന്ന ഉറച്ച ബോധ്യം നിനക്ക് വേണം. അള്ളാഹനെ നീ പ്രണയിച്ചു നോക്കുമോനെ, നിൻ്റെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും. ഞാൻ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്. നമ്മുടെ സദസ്സ് വീക്ഷിക്കുന്ന സഹോദരനാണ്. അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. 1000 തവണ എല്ലാ ദിവസവും, ബാക്കി ചെറിയ എണ്ണങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാം. 1000 തവണ എല്ലാ ദിവസവും നിനക്ക് പതിവാക്കാൻ പറ്റുമോ യാ സലാമു യാ അല്ലാഹ് എന്ന്? നിൻ്റെ ജീവിതത്തിൽ ആത്മഹത്യ എന്ന് പറയേണ്ടി പോലും വരാത്തവണ്ണം അള്ളാഹു നിന്നെ അങ്ങ് ചേർത്ത് പിടിക്കുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ചൊല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് അല്ലേ? രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എന്ത് ചെയ്താൽ മതി? ഈ ഇസ്മ പതിവാക്കിയാൽ മതി. ഡെയിലി ഒരാൾ 100 എണ്ണം ചൊല്ലി നോക്കുക. സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് 100 എണ്ണം. ഇതിൻ്റെ ശരിക്കും അതത് എന്ന് പറയുന്നത് 131. 131 ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായി. ഇതിൻ്റെ കറക്റ്റ് എണ്ണമായി, അതതായി. മനസ്സിലാകുന്നുണ്ടോ? ഓരോ അക്ഷരത്തിനും ഓരോ ഹർഫിനും ഓരോ എണ്ണമുണ്ട്, ഓരോ അതതുണ്ട്, ഓരോ കണക്കുണ്ട്. ആ കണക്ക് ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ സലാം എന്ന ഇസ്മിൻ്റെ അതത് 131. എല്ലാ സുബഹ് നിസ്കാരവും കഴിഞ്ഞിട്ട് 131 തവണ ഈ ഇസ്മ നിനക്ക് പതിവാക്കാൻ പറ്റിയാൽ മാരക രോഗങ്ങളിൽ നിന്ന് പോലും അള്ളാഹു കാവൽ തരും. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നിന്നെ കാക്കും. മാത്രമല്ല, ഇൻറ്റേർണൽ ഓർഗൻസ്, നിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള നിൻ്റെ അകത്തുള്ള ഒരുപാട് ഓർഗൻസ് ഉണ്ട്. അവിടെ രോഗങ്ങളുണ്ടോ എന്ന് നമ്മൾ അറിയണില്ല അല്ലേ? ചില സമയത്ത് പെട്ടെന്നായിരിക്കും ഒരു പ്രയാസം, ഒരു ക്ഷീണം, ഗ്യാസാണെന്ന് എഴുതിയിട്ട് നമ്മൾ അതുവരെ ഒരു കുഴപ്പമില്ല, ഗ്യാസാണെന്ന് എഴുതിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഒന്ന് ആൻജിയോഗ്രാം ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ 3 ബ്ലോക്ക് ഉണ്ട്, ഒരെണ്ണം സീരിയസ് ആണ് ഡോക്ടർ പറയുമ്പോഴാണ് നമ്മൾ അറിയണേ. ഞെട്ടിപ്പോവും അല്ലേ? നമ്മൾ അറിയണില്ല. പെട്ടെന്നായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം വരിക. ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തളർച്ച തോന്നി, പെട്ടെന്ന് കാല് വന്ന് വീർത്തിട്ടുണ്ട്, നീര് വന്ന് വീർത്തിട്ടുണ്ട്, ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഒരു കിഡ്നി തകരാറിലായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയണേ. എന്നാൽ ഈ ഇസ്മ ഒരു മനുഷ്യൻ പതിവാക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇൻറ്റേർണൽ ഓർഗൻസിന് രോഗങ്ങൾ വരില്ല എന്ന് അയിമ്മത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇൻറ്റേർണൽ ഓർഗൻസ്, നമ്മുടെ അകത്തുള്ള ആന്തരിക അവയവങ്ങളെപ്പോലും സംരക്ഷിക്കുന്ന അതിമനോഹരമായ നാഥനായ റബ്ബിൻ്റെ ഇസ്മാണ് യാ സലാമു യാ അല്ലാഹ്. യാ സലാമു യാ അല്ലാഹ് എന്ന ഇസ്മ 131 തവണ ഒന്ന് പതിവാക്കി നോക്കിയേ. നമ്മുടെ ജീവിതം മാറിമറിയുന്നത്, സുഖങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഒരു രോഗീനെ നമ്മൾ കാണാൻ പോവാണ്. നമ്മുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആളാണ്. മനുഷ്യനാകെ പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. ചെറിയ രോഗങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് മന്ത്രിച്ചു കൊടുത്ത് പോരാ. എന്തുകൊണ്ട് മന്ത്രിക്കണം? 131 തവണ യാ സലാമു യാ അല്ലാഹ് നോദിയിട്ട് അവൻ്റെ ശിരസിലൊന്ന് മന്ത്രിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് യാ സലാമു യാ അല്ലാഹ് ഇസ്ഫി എന്ന് നോദിയിട്ട് കുടിക്കാൻ കൊടുക്കുക. ചെറിയ രോഗങ്ങളൊക്കെയാണെങ്കിൽ നമുക്കും അവർക്കൊക്കെ കൊടുക്കുക. വലിയ രോഗങ്ങളാണെങ്കിൽ ഇതേപോലെ തന്നെ മന്ത്രിച്ചു കൊടുക്കുക. രണ്ടാലൊന്നും അവിടെ സംഭവിക്കും. അതായത് അവന് ജീവിതമാണ് ഹൈറെങ്കിൽ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കും. മറിച്ച് മരണമാണ് ഹൈറെങ്കിൽ അള്ളാഹു ഈമാൻ സലാമത്താക്കും. സലാം എന്ന നാഥൻ ഈമാൻ സലാമത്താക്കും. അതുകൊണ്ട് തന്നെ ഡെയിലി 1000 ചൊല്ലുന്ന മനുഷ്യൻ അല്ല, പതിവാക്കാൻ നിന്നെ കൊണ്ട് 131 കഴിയുള്ളെങ്കിൽ ഡെയിലി 131 ചൊല്ലുന്നൊരു മനുഷ്യൻ്റെ ഈമാൻ പോലും സലാമായ റബ്ബ് സലാമാക്കി തരുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത്ര മനോഹരമായ ഇസ്മാണ്. ജീവിതത്തിൽ എന്താണോ നിങ്ങളുടെ പ്രയാസം, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടോ നിങ്ങൾക്ക്, യാ സലാമു യാ അല്ലാഹ് 131 തവണ ഡെയിലി ചൊല്ലിക്കോ. സമ്പത്ത് നിങ്ങളറിയാത്ത വഴിയിലൂടെ അള്ളാഹ് വീട്ടിൽ തരും. നിങ്ങളുടെ കടങ്ങൾ വീട്ടിൽ തരും.
നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ സാമ്പത്തിക വിഷയങ്ങളിൽ അള്ളാഹു നിങ്ങൾക്ക് സഹായം നൽകും. മക്കൾ നന്നാകണോ, ചൊല്ലിക്കോ, അള്ളാഹു കാവലേകും. ഒരു യാത്ര പോകുമ്പോൾ പ്രൊട്ടക്ഷൻ വേണോ, പതിവാക്കിക്കോ, അള്ളാഹു പ്രൊട്ടക്ഷൻ തരും. വിവാഹം നടക്കുന്നില്ല, പലരുടെയും പരാതിയാണ്. 3-4 പയ്യന്മാർ വന്ന് കണ്ടുപോയി, എന്നിട്ട് കല്യാണം നടക്കുന്നില്ല എന്ന് സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ഇസ്മു കൊണ്ട് അത് നടത്തി തരും. അങ്ങനെ എന്ത് പ്രയാസമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, ആ പ്രയാസങ്ങൾ ഉസ്താദേ, ഗൾഫിലേക്ക് പോയ ഭർത്താവ്, ഗൾഫിലേക്ക് പോയ മോൻ, ജോലിയൊന്നും ആയിട്ടില്ല, പ്രയാസമാണ്, ഈ ഇസ്മു ചൊല്ലിക്കോ, അവരോടും ചൊല്ലാൻ പറയൂ. അങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ഈ ഇസ്മിലൂടെ സംഭവിക്കുമെന്ന് ഈ ഇസ്മിൻ്റെ ആശയം പഠിപ്പിക്കുന്ന മഹാരഥന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. അപ്പോൾ സുബഹി കഴിഞ്ഞിട്ട് 131 നമ്മൾ ഓതുക. രോഗമുണ്ടെങ്കിൽ നമ്മൾ സ്വയം മന്ത്രിച്ച് കുടിക്കുക, നമ്മൾ സ്വയം മന്ത്രിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് മന്ത്രിപ്പിക്കുക. ഇനി അസുഖബാധിതനായ ആളാണെങ്കിൽ അവിടെ ചെന്ന് അവരുടെ ശിരസിൽ മന്ത്രിച്ചു കൊടുക്കുക, തല മുതൽ കാല് വരെ മന്ത്രിക്കുക, ഒരു കുഴപ്പമില്ല. ഇല്ല, അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കാൻ കൊടുക്കുക. പതിവാക്കാൻ ഡെയിലി ഒരു 131 തവണ യാ സലാമു യാ അല്ലാ. കടം വീടാനല്ല, മക്കളെ കെട്ടിക്കാനല്ല, അപകടങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കാനല്ല, സമ്പത്ത് ലഭിക്കാനല്ല. എന്തിനാ ചൊല്ലേണ്ടത്? ആർക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലേണ്ടത്? അള്ളാഹുവിന് വേണ്ടി ചൊല്ല. വേറൊന്നും മനസ്സിൽ വരരുതേ. ടെൻഷൻ ഫ്രീ ആക്കി തരും. അതിൻ്റെ ബർക്കത്തുകൊണ്ട് അപകടങ്ങളിൽ നിന്ന് കാവൽ, മക്കളെ കെട്ടിക്കാൻ വഴി, സാമ്പത്തിക അഭിവൃദ്ധി, അങ്ങനെ എല്ലാം തരും റഹ്മാനായ റഹീമായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാന. സലാമായ റബ്ബ് എല്ലാം തരും. ഉറപ്പാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പതിവാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഔലിയാക്കരുടെ വാസാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ രാത്രിയിലുള്ള മജ്ലിസിൽ ഒരിക്കലും മുടങ്ങാതെ പങ്കെടുക്കണം. ഇന്ന് തിങ്കളാഴ്ചയാണ് കടന്നു വരുന്നത്. മനോഹരമായൊരു മജ്ലിസ് നമുക്കിന്ന് സംഘടിപ്പിക്കണം. അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ മദ്ഹ് പറയണം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹിൻ്റെ ഔലിയാക്കരുടെ പൊരുത്തം ലഭിച്ചിട്ടുണ്ടല്ലോ, അവരുടെ തിരുനോട്ടം ലഭിച്ച നമ്മൾ രക്ഷപ്പെട്ടില്ലേ ഇല്ലേ? ശൈലില്ലാ അബ്ദുൽ ഖാദിർ ഉൽ മദദ് യാ ജീലാനി ബാസുല്ലാഹി അബാ സാലിഹ് യാ സാഹിബൽ ബുർഹാനി. അല്ലാഹു അലൈഹി തവക്കലൂ. മഹാരഥന്മാരുടെ മദദ് കൊണ്ട്, മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മദദ് കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ രാത്രി 7:45 നമ്മുടെ മജ്ലിസ്. മുടങ്ങരുത്, ഒരാളും മുടങ്ങാതെ എല്ലാവരും സ്വബാഹുൽ ഹൈറിൽ പങ്കെടുക്കണം. എല്ലാവരും ആ സദസ്സിലും കൂടെ പങ്കെടുത്തിട്ട് നമ്മുടെ ജീവിതം വളരെ മനോഹരമാക്കി തീർക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഇന്നലെ എല്ലാവരും മുമ്പത്തെ ദിവസം സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയുടെ പേരെന്താണ്? ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മഹാനായ അബൂ സാലിഹ് റഹിമഹുല്ലയാണ് അവിടുത്തെ പിതാവ്. അവരുടെ കാവൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യം, മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത്, നമ്മുടെ സ്വലാത്തിൻ്റെ ഗോൾഡ് കോയിൻ നമ്മൾ കൊടുത്തിട്ടില്ല അല്ലേ? ആർക്കാണ് ഗോൾഡ് കോയിൻ? ഈ എണ്ണത്തിൽ കുറച്ച് സംശയം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, രാവിലെ വേണ്ട, ഉച്ചയ്ക്ക് ശേഷം എത്ര മണി വെക്കാം? നമുക്കൊരു ഒരു 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 3 മണിക്കാക്കിയാലോ? 3 മണി വേണോ? 3 മണിയാക്കണോ? 3 മണിക്ക് വെക്കാം അല്ലേ? ഒരു 3 മണിയാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റ് നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ആക്കും. അപ്പോൾ 3 ലക്ഷത്തിന് മേൽ സ്വലാത്ത് ചൊല്ലിയ ആളുകൾ മാത്രം ഒന്ന് എണ്ണം കമൻറ്റ് ചെയ്യാം. 3 ലക്ഷത്തിന് മേൽ സ്വലാത്ത് ചൊല്ലിയ ആളുകൾ മാത്രം ഒന്ന് എണ്ണം കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചൊല്ലിയ ആളെ നമ്മളൊന്ന് വിളിച്ചിട്ട് നമ്മൾ ലേഡീസ് വിളിക്കും ഇൻഷാ അല്ലാഹ്. ലേഡീസ് അഡ്മിൻസ് വിളിച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയത് ആരാണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രഖ്യാപിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ എല്ലാവരെയും വിളിക്കൂല, ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആൾ അതിലുണ്ടെങ്കിൽ അവരെ ഒന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിളിച്ചിട്ട് അതൊന്ന് കൺഫേം ചെയ്താൽ മാത്രം ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രിയിലെ മജ്ലിസിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വിജയം പ്രഖ്യാപിക്കും. പറ്റുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം.
ഇൻഷാ അല്ലാഹ് ഇനി റബീഉൽ ആഖിറിൽ നമുക്കൊരു ഗോൾഡ് കോയിൻ വേണ്ടേ? എല്ലാ മാസവും കൊടുക്കാമെന്ന് ഇൻഷാ അല്ലാഹ്. നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്താൽ പിന്നെന്താ വിഷയം അല്ലേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അർഹരായ ആളുകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ തമ്പുരാനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. പടച്ചവനെ, നിനക്ക് ഹംദ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്ന എല്ലാ മേഖലകളിലും നീ അഭിവൃദ്ധി നൽകണേ അല്ലാ, നിൻ്റെ തൃപ്തി തരണേ അല്ലാ, നിൻ്റെ മഹബ്ബത്ത് നൽകണേ അല്ലാ, നിന്നോടുള്ള അതിരറ്റ മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബ് നിറയ്ക്കണേ അല്ലാ. ഹറാമുകളുടെ കൂമ്പാരമായ കൽബിനെ നീ ശുദ്ധീകരിക്കണേ അല്ലാ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ. റഹമുറാഹിമായ തമ്പുരാനെ, നീ നിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് കടങ്ങൾ വീട്ടണേ അല്ലാ, ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ, പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ, കുടുംബത്തിൽ സന്തോഷം നൽകണേ തമ്പുരാനെ, സമാധാനം നൽകണേ അല്ലാ, പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ, എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയിപ്പിക്കണേ അല്ലാ. എത്രയെത്ര അസുഖബാധിതനാണ്, ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് യാ റബ്ബന ഞങ്ങളുടെ അസുഖങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ, എല്ലാ അസുഖങ്ങളും ശിഫയാക്കണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. പടച്ചവനെ, വീടില്ലാത്തവർ ഹൈറായ ഭവനം നൽകണേ അല്ലാ, മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ, ഗർഭിണികളായ സഹോദരിമാർക്ക് പടച്ചവനെ നീ സുഖപ്രസവം നൽകണേ അല്ലാ. യാ റബ്ബന യാ റബ്ബന. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഒരുപാട് പ്രായം ചെന്ന സഹോദരങ്ങൾ, കുടുംബസമേതം ഈ സദസ്സ് കാണുന്നവർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.